ഹലോ എവ്രി വൺ. ഇന്നതാ പാലട പായസമാണ് വെക്കാൻ പോകുന്നത്. അത് നല്ല റോസ് കളറിലും നല്ല തിക്കായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാലട പായസം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് നോക്കിയാലോ. അപ്പോൾ അതിനിതാ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 1 കപ്പ് പാലടയാണ് എടുക്കുന്നത്. നമ്മുടെ മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പാലട ഇതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പാല് ഒരു 1.5 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ബോയിൽ ചെയ്യാനായിട്ട് വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇവിടുത്തെ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ 1 കപ്പ് പാലട ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം. കവർ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേനും അട അതിരുന്നിട്ട് കുക്കായിക്കോളും. ഇവിടെ ഇങ്ങനെ പാല് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പാലൊന്ന് കുറുകി വരണം. ഈ സമയത്ത് ഞാൻ 2 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. 1 കപ്പ് അട, അതിലേക്ക് 2 കപ്പ് പഞ്ചസാര. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1.25 കപ്പും ആക്കാം. നല്ല മധുരമുണ്ടത്. പക്ഷെ നാലല്ലേ പായസം ടേസ്റ്റി ആവുകയുള്ളൂ. അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്ത ശേഷം വീണ്ടും നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം. നമ്മുടെ പാലൊന്ന് നല്ല തിക്കായിട്ട് വരണം. ഇവിടെ ഇപ്പോൾ ഒരു 30 മിനിറ്റ്സ് ആയി കഴിഞ്ഞു. നമ്മുടെ അടയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് അടവേവിൻ്റെ ആ ഒരു പരുവം. ഇനി നമുക്ക് ഇതൊരു കുഴിപ്പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല വെള്ളം ഒഴിച്ച ശേഷം ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് വെള്ളം വാലാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇവിടെ പാലിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ അട നമുക്ക് കുറേശ്ശെ എടുത്ത് നമ്മുടെ ഈ പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാലട ഇപ്പം നമ്മൾ പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ പാലട ഇനി ഈ പാലിൽ കടന്നിട്ട് ഒന്ന് വേവണം. അപ്പം മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കിത് ബോയിൽ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഏകദേശം 2-2.5 മണിക്കൂർ എടുക്കും നമുക്കിങ്ങനെ നല്ല തിക്കായിട്ടും ആ ഒരു കളർ ചേഞ്ച്, ആ ഒരു റോസ് കളർ കിട്ടാനായിട്ട്. ഇപ്പോൾ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. കളറും മാറിയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു റോസ് കളർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1 ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇരിക്കെ കുറുകുകയും ചെയ്യും. അങ്ങനെ നല്ല അടിപൊളി നമ്മുടെ പാലട പായസം റെഡി ആയിട്ടുണ്ട്. നല്ല റോസ് കളറിൽ നമ്മുടെ പാലട പായസം. അപ്പോൾ ഇതിന് സമയമാണ് വേണ്ടത്. ലോ ഫ്ലെയിമിൽ നമ്മുടെ പാല് നന്നായിട്ട് കുറുക്കി ഇങ്ങനെ എടുക്കണം. അപ്പോൾ നമുക്ക് ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലട പായസം റെഡിയായി കിട്ടും. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും നിങ്ങൾക്കും ഇഷ്ടമാകും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.